ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ അക്ബർ, ആര്യൻ, ഷാനവാസ്, ആദില എല്ലാം കൂടെ മുട്ടനടി നടക്കുകയാണ്. ആദ്യം ആര്യനും ആദിലയും തമ്മിലായിരുന്നു. കാരണം ആര്യനെ ഔട്ടാക്കിയത് കള്ളത്തരം പറഞ്ഞാണ് എന്നും പറഞ്ഞ് ആര്യനും ആദിലയും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുമ്പോൾ അക്ബർ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. അക്ബർ പറയുന്നത് ശരിയാണ്, ആദില കള്ളത്തരം പറഞ്ഞാണ് ആര്യനെ ഔട്ടാക്കിയത്, ആര്യൻ കൈമടക്കിയില്ല എന്ന് പറയുന്നു. അപ്പം ആദില അക്ബറിനെ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നു. ഉടനെ അക്ബർ പറഞ്ഞ് നീ നിൻ്റെ വീട്ടിൽ പോയി പറയാൻ. ഉടനെ ഓടിപ്പോയി ആദില ഷാനവാസിനെ വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ ഷാനവാസ് അക്ബറിനോട് ചോദിക്കുന്നത് നീ വീട്ടുകാരെ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞ് എന്നെ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് അങ്ങ് പോയി. പിന്നെ ആദില കിച്ചൻ്റെ ഭാഗത്തോട്ട് ഷാനവാസിൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു നിങ്ങൾ എന്നെക്കൊണ്ട് മുതലെടുക്കുകയാണെന്ന് എനിക്കറിയാം. നെവിൻ്റെ പ്രശ്നം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ നിന്നത് നിങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യവും ഞാൻ പലരോടും ഇവിടെ ഉടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. 3 നോമിനേഷനിൽ 1 നിങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദില പറയുന്നു അല്ലെന്ന് പറയുന്നു. ആദിലയാണ് ആദ്യം ചെയ്തത്, പെൺ വിരോധിയാണ്, രശ്മിയുടെ കൂടെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെയുള്ളവരെന്തിനാണ് ഷാനവാസിൻ്റെ കൂടെ കൂടാൻ പോയത്? അതുപോലെ ഇപ്പോൾ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയണ്ടേ. എന്നിട്ട് ഷാനവാസ് പറയുന്നത് എനിക്കറിയാം നിങ്ങളുമായിട്ട് ഇനി ഒരു കൂട്ടുമില്ല, ഒരു ബന്ധവുമില്ല. പിന്നെ ഇപ്പം നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തിട്ട് എന്തിന് അക്ബറിൻ്റെ പേര്, അക്ബർ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്നെ വിളിക്കാൻ വന്നത് എന്നും പറഞ്ഞ് ഷാനവാസ് ഭയങ്കരമായിട്ടും ആദിലയോടും നൂറയോടും പൊട്ടിത്തെറിക്കുകയാണ്. ഷാനവാസിന് മനസ്സിലായി ഇവർ മുതലെടുക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഷാനവാസ് ആദില നൂറ ബന്ധം ഇവിടെ വെച്ച് പൊളിച്ചടുക്കുകയാണ്. ഷാനവാസ് ഇവരെ ഉപേക്ഷിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ.